ഹായ് ഓൾ, ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് UK നേപ്പിയർ യൂണിവേഴ്സിറ്റിയിൽ MSc ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റിന് വിസ അപ്രൂവ് ആയ ജോബി ജോർജാണ്. അപ്പോൾ നമുക്ക് ജോബിയുടെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. എങ്ങനെയുണ്ടായിരുന്നു ഡെറിക് ജോൺസുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. ഞാൻ ഇതിനു മുമ്പാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി അബ്രോഡിന് മുമ്പ് തന്നെ കുറേ ഏജൻസീസുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആവശ്യമല്ല അവർ പലപ്പോഴായിട്ട് അവർ പറയുന്നത്. അവരുടെ രീതിയിൽ വെച്ച് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഓഫ്കോഴ്സ് അനിലേട്ടനെ കണ്ടപ്പോഴത്തേക്കും സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആവശ്യം എന്താണോ ആ ഒരു ആവശ്യം നമ്മുടെ എന്താണോ നമുക്ക് വേണ്ട സാധനം നമുക്ക് ഇവിടുന്ന് കിട്ടി. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, എന്നെ ഇത് തന്നെ ഫോളോ ചെയ്തു. ഓക്കെ. ഡെറിക് ജോൺസിനെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? ഡെറിക് ജോൺസിനെ പറ്റി അറിഞ്ഞത് എൻ്റെ ഫ്രണ്ട് വഴിയാണ്. അപ്പം അതുകൂടെ എൻ്റെ കൂടെ PhD പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി വഴിയാണ് ഞാൻ ഇതുപോലെ ഡെറിക് ജോൺസിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നോക്കി ഇപ്പോഴത്തേക്കും അങ്ങനെ ജസ്റ്റ് കോൺടാക്ട് ചെയ്തു. എല്ലാ ഏജൻസീസും ഞാൻ വിളിച്ചായിരുന്നു, പക്ഷെ ഒരു കംഫർട്ടായിട്ട് തോന്നിയത് ഇവിടെ വെച്ചപ്പോൾ ഇനി പോന്നു. ഓവറോൾ നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തന്നത്. കാരണം എല്ലാവരും ഫ്രണ്ട്ലി നേച്ചറായിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുത്ത് തന്ന ടീമും നല്ല ശ്രീകുട്ടി എന്ന് പറയുന്ന ചേച്ചിയായിരുന്നു. ചേച്ചി നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. പെട്ടെന്ന് തന്നെ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം കിട്ടി. അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത് പിന്നെ വിസയുടെ സ്റ്റേജിലോട്ട് വന്നപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കിട്ടി. വിസ പെട്ടെന്ന് കിട്ടി, അതാണ് ഏറ്റവും വേണ്ടത്. കാരണം 1 month വരെ ആണെന്നുണ്ടെങ്കിൽ ഡിലേ പറയുന്ന സാധനം 8 ദിവസം കൊണ്ട് സംഭവം പെട്ടെന്ന് കിട്ടി. അപ്രൂവൽ വന്നു. അത് ചെയ്ത് ഇപ്പം അനിലേട്ടൻ്റെ ഒരു ഹെൽപ്പോട് കൂടി പിന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹത്തോടും കൂടി ആണ് സംഭവം പെട്ടെന്ന് തന്നെ കിട്ടിയത്. ഇനി ആർക്കെങ്കിലും ഡെറിക് ജോൺസ് സജസ്റ്റ് ചെയ്യുമോ? അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആണ് സർവീസിൽ? സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര നല്ല സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എല്ലാം ചുരുങ്ങിയ സമയം കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് എനിക്കറിയാമല്ലോ, ഈ ഓൾറെഡി ഞാൻ ഒരു രജിസ്ട്രേഷൻ കിട്ടിയായിരുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ കിട്ടിയിട്ട് പെട്ടെന്ന് വന്നപ്പോഴത്തേക്കാണ് അനിലേട്ടനെ പെട്ടെന്ന് കണ്ട് സംസാരിച്ച്. അപ്പോൾ ഇതിനു മുമ്പും സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആൾക്കാരായിട്ട് അത്ര ഇത് വന്നില്ല. അപ്പം അനിലേട്ടൻ്റെ വഴിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രദറിനെ പോലെയുള്ള ആ ഒരു ഇൻട്രാക്ഷൻ കാര്യങ്ങളെല്ലാം കിട്ടിയപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ നമുക്കും ഒരു കോൺഫിഡൻ്റ് ആയി. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മൾ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നമ്മളെ സെറ്റ് ചെയ്ത് തന്നെ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 4 വീക്കോ ഒരു 5 വീക്കോ അതിനുള്ളിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സ് എല്ലാം അഡ്മിഷൻ എടുത്തു, വിസയ്ക്ക് വെച്ചു, ബയോമെട്രിക് കഴിഞ്ഞു, വിസയും കിട്ടി. ഇന്നത്തെ പ്രീ ഡിപ്പാർച്ചർ ബ്രീഫിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു സാർ, ലിവിൻ സാറായിരുന്നു പ്രീ ഡിപ്പാർച്ചർ എടുത്ത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നന്നായിട്ട് തന്നെ വിശദീകരിച്ച് തന്നു. എൻ്റെ സമയം വെച്ച് ഞാൻ ഡൗട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം അതൊന്നും ഒരു ഇതും ഇല്ലാണ്ട് ഒരു മടുപ്പും ഇല്ലാണ്ട് തന്നെ ഇൻട്രാക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ അതിനുള്ള എനിക്ക് എൻ്റെ ഡൗട്ടും ക്ലിയർ ചെയ്തു. സാറിൻ്റെ ക്ലാസ് നന്നായിട്ട് എടുത്തു തന്നു. നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.